വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ ഒരു യൂട്യൂബ് സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കറണ്ട് അഫേഴ്സിന്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു ഹോട്ട് ടോപ്പിക്കാണ്. ഓസ്കാർ അവാർഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കറണ്ട് അഫേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഹോട്ട് ടോപ്പിക് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇന്ന് നമ്മൾ അത്തരത്തിലുള്ള ഒരു ഹോട്ട് ടോപ്പിക്കാണ്. നമുക്കറിയാം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കറണ്ട് അഫേഴ്സിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണെന്ന് അറിയാം. അതിൽ തന്നെ ഈ ഹോട്ട് ടോപ്പിക്കുകൾ വലിയൊരു ശതമാനം മാർക്ക് നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഭാഗത്ത് നിന്ന് മേടിച്ചു തരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 ഓസ്കാർ അവാർഡിനെ പറ്റിയാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ. ഓസ്കാർ അവാർഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ഓസ്കാർ അവാർഡുമായിട്ട് ബന്ധപ്പെട്ട ആദ്യം എത്രാമത് ഓസ്കാർ അവാർഡാണ്? 97ാമത് ഓസ്കാർ അവാർഡാണ്. ഓസ്കാർ അവാർഡ് ചടങ്ങാണ് നടന്നിരുന്നത്. ആരാണ് അവതാരകൻ എന്ന് പറയുന്നത്? കോനൽ ഒബ്രയാൻ ആണ് 97ാമത് ഓസ്കാർ ചടങ്ങിന്റെ മുഖ്യ അവതാരകൻ എന്ന് പറയുന്നത്. അപ്പൊ എത്രാമതാണ്? 2025 എത്രാമതാണ് ഓസ്കാർ അവാർഡ് നടന്നത്? 97ാമതാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 97ാമത് ഓസ്കാർ അവാർഡാണ് 2025 നടന്നിട്ടുണ്ടായിരുന്നത്. ആരാണ് ഈ 2025 ഓസ്കാർ അവാർഡിലെ അവതാരകൻ എന്ന് പറയുന്നത്? കോനൽ ഒബ്രയാൻ ആണ്. 97ാമത് ഓസ്കാർ ചടങ്ങിലെ മുഖ്യ അവതാരകൻ എന്ന് പറയുന്നത്. ഇനി അവാർഡ് നൽകുന്നത് ആരാണ്? ഈ ഓസ്കാർ അവാർഡ് നൽകുന്നത് ആരാണ്? അത് അക്കാദമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആർട്ട് ആൻഡ് സയൻസ് ആണ്. എന്ത് നൽകുന്നത്? ഈ ഒരു ഓസ്കാർ അവാർഡ് നൽകുന്നത്. അപ്പൊ ഓസ്കാർ അവാർഡ് നൽകുന്നത് ആരാണ്? അക്കാദമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആർട്സ് ആൻഡ് സയൻസ് ആണ് ഈ ഒരു അവാർഡ് നൽകുന്നത്. അബ്ബാസ് എന്ന് പറയാം അല്ലെ, അംപാസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ അക്കാദമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആർട്ട് ആൻഡ് സയൻസ് ആണ് ഈ ഒരു ഓസ്കാർ അവാർഡ് നൽകുന്നതെന്ന് ഓർത്തു വെച്ചേക്കുക. ഇമ്പോർട്ടന്റ് ആണ്. 23 വിഭാഗങ്ങളിലായാണ് ഈ ഓസ്കാർ അവാർഡ് നൽകുന്നത്. എത്ര വിഭാഗങ്ങളിലായിട്ടാണ്? 23 വിഭാഗങ്ങളിലായിട്ടാണ് ഓസ്കാർ അവാർഡ് നൽകുന്നത്. അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഓസ്കാറുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. എത്ര വിഭാഗത്തിലാണ് ഓസ്കാർ നൽകുന്നത്? 23 വിഭാഗങ്ങളിലാണ് നമ്മൾ ഓസ്കാർ നൽകുന്നത്. ഇനി 2025 ഓസ്കാർ അവാർഡ് എവിടെയാണ് നടക്കണമെന്ന് നമുക്കറിയണം അല്ലെ. അത് എവിടെയാണ് നടക്കുന്നത്? ഡോൾബി തിയേറ്റർ, ലോസ് ആഞ്ചൽസിലാണ് എന്ത് നടക്കുന്നത്? ഓസ്കാർ അവാർഡ് ചടങ്ങ് നടക്കുന്നത്. അപ്പൊ 2025 ഓസ്കാർ അവാർഡ് ദാന ചടങ്ങ് നടക്കുന്നത് ഡോൾബി തിയേറ്റർ, ലോസ് ആഞ്ചൽസിലാണ്. ലോസ് ആഞ്ചൽസിലെ ഡോൾബി തിയേറ്ററിലാണ് ഓസ്കാർ അവാർഡുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ഓസ്കാർ പുരസ്കാര ചടങ്ങുകൾ കാണുന്നവരെ ഹിന്ദിയിൽ അഭിസംബോധന ചെയ്ത വ്യക്തി ആരാണ്? അവതാരകനായിട്ടുള്ള കോനൽ ഒബ്രയാൻ ആണ് അല്ലെ. കോനൽ ഒബ്രയാൻ ആണ് ഹിന്ദിയിൽ നമ്മുടെ ഓസ്കാർ ദാന ചടങ്ങ് കാണുന്നവരെ ഹിന്ദിയിൽ അഭിസംബോധന ചെയ്തത് ആരാണ്? അത് കോനൽ ഒബ്രയാൻ ആണ്. ആദ്യമായിട്ട് ഒരു ഓസ്കാർ ചടങ്ങിൽ അവതാരകൻ ഇന്ത്യൻ ഭാഷയിൽ അഭിസംബോധന ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഒരു ഓസ്കാർ ചടങ്ങിൽ അവതാരകൻ എന്താണ്? ഹിന്ദി ഭാഷയിൽ ഇങ്ങനെ ഒരു അഭിസംബോധന നടത്തുന്നത്. അപ്പൊ ഓസ്കാറുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി 2025 ഓസ്കാർ അവാർഡ് കിട്ടിയ മികച്ച ചിത്രം, മികച്ച നടൻ, മികച്ച സഹനടി, മികച്ച സംവിധായകൻ, അതുപോലെ തന്നെ മികച്ച നടൻ ആരാണ്, മികച്ച സഹനടി, ഇതൊക്കെ ആരാണെന്ന് നമുക്ക് പഠിക്കണം അല്ലെ. അപ്പൊ ഇനി നമ്മൾ അതിലേക്കാണ് പോകുന്നത്. ഓസ്കാറിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിന്റെ അകത്തുനിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എവിടെയാണ് ഓസ്കാർ നടന്നത്? ആരാണ് അവതാരകൻ? ആരാണ് ഓസ്കാർ അവാർഡ് ഏർപ്പെടുത്തുന്നത്? എത്ര വിഭാഗങ്ങളിലായിട്ടാണ്? 23 വിഭാഗങ്ങളിലായിട്ടാണ് ഓസ്കാർ അവാർഡ് നൽകുന്നത്. അങ്ങനെ 2025 ഓസ്കാർ അവാർഡ് ദാന ചടങ്ങില് ഒരുപാട് 5 പുരസ്കാരങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട്, എത്ര പുരസ്കാരങ്ങളാണ്? 5 പുരസ്കാരങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് 2025 ഓസ്കാർ വിതരണ ചടങ്ങിൽ തിളങ്ങിയ ചിത്രം ഏതാണ്? തിളങ്ങിയ ചിത്രം എന്ന് പറയുന്നത് ഓസ്കാർ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ തിളങ്ങിയത് അനോറ എന്ന് പറയുന്ന അനർഘമായിട്ടുള്ള ഒരു ചിത്രമാണെന്ന് ഓർത്ത് വയ്ക്കുക. എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക്? അനർഘമായിട്ടുള്ള അനോറയാണ് നമ്മുടെ ഓസ്കാർ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ തിളങ്ങിയത്. എത്ര അവാർഡുകൾ സ്വന്തമാക്കിക്കൊണ്ടാണ്, എത്ര പുരസ്കാരങ്ങൾ സ്വന്തമാക്കിക്കൊണ്ടാണ്? 5 പുരസ്കാരങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് 97ാമത് ഓസ്കാർ അവാർഡ് ദാന ചടങ്ങിൽ തിളങ്ങിയ ചിത്രം ഏതാണ്? അനോറയാണ്. അനോറ എന്ന് പറയുന്ന ചിത്രമാണ്. ഏതൊക്കെയായിട്ടാണ് 5 പുരസ്കാരങ്ങൾ? അനോറയ്ക്ക് ഏതൊക്കെ വിഭാഗത്തിലാണ് 5 പുരസ്കാരങ്ങൾ കിട്ടിയെന്ന് ചോദിച്ചാൽ, മികച്ച സിനിമ, സംവിധാനം, നടി, ഒറിജിനൽ സ്ക്രീൻ പ്ലേ, എഡിറ്റിംഗ് എന്നീ 5 വിഭാഗങ്ങളിലായിട്ടാണ് അനോറയ്ക്ക് എന്ത് ലഭിച്ചിട്ടുള്ളത്? പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. അപ്പൊ മികച്ച സിനിമ, സംവിധാനം,
നടി, ഒറിജിനൽ സ്ക്രീൻ പ്ലേ, എഡിറ്റിംഗ്, ഇങ്ങനെ 5 വിഭാഗങ്ങളിലായിട്ടാണ് അനോറയ്ക്ക് പുരസ്കാരം ലഭിച്ചിട്ടുള്ളതെന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി മികച്ച നടി ആരാണ്? മികച്ച നടി എന്ന് പറയുന്നത് മിക്കി മാഡിസൺ ആണ്. മിക്കി മാഡിസൺ ആണ് മികച്ച നടി എന്ന് പറയുന്നത്. ഏതിലെ അഭിനയത്തിലാണെന്ന് ചോദിച്ചാൽ അനോറയിലെ അഭിനയത്തിന് തന്നെയാണ്. നമ്മൾ ഇവിടെ പറഞ്ഞു മികച്ച നടിക്കുള്ള പുരസ്കാരവും ഏത് സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്? അനോറയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അനോറയിലെ അഭിനയത്തിനാണ് മിക്കി മാഡിസണ് മികച്ച നടി എന്ന് പറയുന്ന ഓസ്കാർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പൊ അനോറയിലെ അഭിനയിച്ചങ്ങ് മയക്കി എന്ന് ഓർത്ത് വെക്കാം അല്ലെ. നമുക്ക് എങ്ങനെ ഓർത്ത് വെക്കാം? അനോറയിൽ അഭിനയിച്ച് നമ്മളെ മിക്കി മയക്കി എടുത്തു. അപ്പൊ മിക്കി മാഡിസൺ ആണ് അനോറയിലെ അഭിനയത്തിനാണ് കിട്ടിയിട്ടുള്ളത്, അഭിനയത്തിനാണ് പുരസ്കാരം കിട്ടിയിട്ടുള്ളതെന്ന് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ മികച്ച സംവിധായകൻ ആരാണ്? അനോറയിലെ ചിത്ര സംവിധാനം ചെയ്തതിന് തന്നെയാണ്. ആർക്കാണ്? സീൻ ബേക്കറിനാണ് കിട്ടിയിട്ടുള്ളത്. പുള്ളി ഭയങ്കര സീൻ ആയിട്ടുള്ള മനുഷ്യനാണ്. അതുകൊണ്ടാണല്ലോ അനോറ പോലെയുള്ള ഓസ്കാറിൽ തിളങ്ങുന്ന ചിത്രങ്ങളൊക്കെ അദ്ദേഹം നിർമ്മിച്ചത്. അപ്പൊ സീൻ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, സീൻ ബേക്കർ ആണ്. മികച്ച സംവിധായകൻ ആരാണ്? അനോറയിലെ സംവിധായകനായിട്ടുള്ള സീൻ ബേക്കറിനാണ് മികച്ച സംവിധായകനുള്ള ഓസ്കാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ അതും ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കുക. മികച്ച നടൻ, അടുത്ത നമ്മൾ പഠിക്കുന്നത് മികച്ച നടനാണ്. മികച്ച നടൻ ആരാണ്? അത് ഏഡ്രിയൻ ബ്രോഡിയാണ് അല്ലെ. ഏഡ്രിയൻ ബ്രോഡിയാണ് മികച്ച നടൻ എന്ന് പറയുന്നത്. ചിത്രം ഏതാണ്? ബ്രൂട്ടലിസ്റ്റ് ആണ്. ഏത് ചിത്രത്തിലെ അഭിനയത്തിനാണ് ഏഡ്രിയൻ ബ്രോഡിക്ക് കിട്ടിയിട്ടുള്ളത്? ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ഏഡ്രിയൻ ബ്രോഡിക്ക് മികച്ച നടൻ എന്ന് പറയുന്ന ഓസ്കാർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ചിത്രം ഏതാണ്? ബ്രൂട്ടലിസ്റ്റ് ആണ്. ഏഡ്രിയൻ ബ്രോഡിയാണ്. കുറച്ച് ബ്രോഡ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ മികച്ച നടൻ എന്താണ്? കുറച്ച് ബ്രോഡ് ആയിട്ടുള്ള ആളാണ്. അപ്പം ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന ചിത്രത്തിലാണ്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കുക. ചിത്രം ഏതാണ്? ബ്രൂട്ടലിസ്റ്റിലെ ചിത്രത്തിലെ അഭിനയത്തിനാണ് നമ്മുടെ മികച്ച നടൻ ഓസ്കാർ അവാർഡ് ആർക്ക് ലഭിച്ചത്? ആഡ്രിയൻ ബ്രോഡിക്ക് ലഭിച്ചിട്ടുള്ളത്. ഓർത്ത് വെച്ചേക്കാം. ഇനി മികച്ച വിദേശ ഭാഷാ ചിത്രമായി തിരഞ്ഞെടുത്തത് ബ്രസീലിയൻ ചിത്രമായിട്ടുള്ള ഐ ആം സ്റ്റിൽ ഹെയർ എന്ന് പറയുന്നതാണ്. ഏതാണ്? മികച്ച വിദേശ ഭാഷാ ചിത്രം ബ്രസീലിയൻ ചിത്രമാണ്. ഐ ആം സ്റ്റിൽ ഹെയർ എന്ന് പറയുന്ന ചിത്രത്തിനാണ് മികച്ച വിദേശ ഭാഷാ ചിത്രമായിട്ട് എടുത്തിട്ടുള്ളത്. സംവിധാനം ആരാണ്? സംവിധാനം വാട്ടർ സാലസ് ആണ് കേട്ടോ. വാട്ടർ സാലസ് സംവിധാനം ചെയ്ത ഐ ആം സ്റ്റിൽ ഹെയർ എന്ന് പറയുന്ന ചിത്രത്തിനാണ്, ബ്രസീലിയൻ ചിത്രമാണ്, മികച്ച വിദേശ ചിത്രത്തിനുള്ള പുരസ്കാരം, വിദേശ ഭാഷാ ചിത്രത്തിനുള്ള ഓസ്കാർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഓർത്ത് വെച്ചേക്കാം, മറന്നുപോലെ. ഐ ആം സ്റ്റിൽ ഹെയർ ബ്രസീലിയൻ ചിത്രമാണ്. ആരാണ് സംവിധാനം? വാട്ടർ സാലസ് ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇനി മികച്ച ആക്ഷൻ ഷോർട്ട് ഫിലിം, ഏറ്റവും മികച്ച ആക്ഷൻ ഷോർട്ട് ഫിലിമിനുള്ള ഓസ്കാർ അവാർഡ് നേടിയത് ഏതാണ്? ഐ ആം നോട്ട് എ റോബോട്ട്. ഏതാണ്? ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് പറയുന്ന ചിത്രത്തിനാണ് മികച്ച ആക്ഷൻ ഷോർട്ട് ഫിലിം ഓസ്കാർ അവാർഡ് നേടിയിട്ടുള്ളത്. ഓസ്കാർ അവാർഡിൽ മികച്ച ആക്ഷൻ ഷോർട്ട് ഫിലിം ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് പറയുന്നതാണ്. റോബോട്ട് ആക്ഷൻ ചെയ്യുന്നത് ഓർത്താൽ മതി. ആക്ഷൻ ഷോർട്ട് ഫിലിം റോബോട്ടാണ് ആക്ഷൻ ചെയ്യുന്നത്. അപ്പൊ ഐ ആം നോട്ട് എ റോബോട്ടാണ് മികച്ച ആക്ഷൻ ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മികച്ച ശബ്ദം, മികച്ച വിഷ്വൽ എഫക്റ്റ് രണ്ടിനും കൂടി ഡ്യൂൺ പാർട്ട് 2 കിട്ടിയിട്ടുള്ളത്. മികച്ച ശബ്ദത്തിനും മികച്ച വിഷ്വൽ എഫക്റ്റും ഏത് ചിത്രത്തിലാണ്? ഡ്യൂൺ പാർട്ട് 2 കിട്ടിയിട്ടുള്ളത്. ഓസ്കാർ വേദിയിൽ രണ്ടെണ്ണമാണ്. ഡ്യൂൺ പാർട്ട് 2 2 പുരസ്കാരങ്ങളാണ്. ഏതൊക്കെയാണ്? മികച്ച ശബ്ദത്തിനുള്ള ഓസ്കാർ പുരസ്കാരവും മികച്ച വിഷ്വൽ എഫക്റ്റിനുള്ള പുരസ്കാരവും ഡ്യൂൺ പാർട്ട് 2 ലഭിച്ചിട്ടുള്ളത്. ഓസ്കാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഏത് ചിത്രത്തിലാണ്? ഡ്യൂൺ പാർട്ട് 2 ഓർത്ത് വെച്ചേക്കാം. ഇനി മികച്ച ആനിമേറ്റഡ് ചിത്രം ഏതാണ്? ഫ്ലോ ആണ് അല്ലെ. മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം എന്ന് പറയുന്നത് ഫ്ലോ ആണ്. അപ്പൊ ആ ഫ്ലോയിൽ അങ്ങനെ പോയി എന്ന് ഓർത്താൽ മതി. മികച്ച ആനിമേറ്റഡ് ചിത്രം ഏതാണ്? ഫ്ലോ ആണ്. അപ്പൊ ആനിമേഷനൊക്കെ ആ ഫ്ലോയിൽ അങ്ങ് പോകുകയായിരുന്നു എന്ന് ഓർത്താൽ മതി. അപ്പൊ ഓസ്കാർ വേദിയിൽ തിളങ്ങിയ മികച്ച ആനിമേറ്റഡ് ചിത്രമായിട്ടുള്ള മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം ഏതാണ്? ഫ്ലോ എന്ന് പറയുന്നതാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഫ്ലോ ആണ്. അടുത്തത് മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം ഏതാണ്? മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം എന്ന് പറയുന്നത് നോ അതർ ലാൻഡ് എന്ന് പറയുന്നതാണ്. ഏതാണ്? മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം ആണ് നോ അതർ ലാൻഡ് എന്ന് പറയുന്നതാണ്. ആരാണ് ഒരുക്കിയിരിക്കുന്നത്? പാലസ്തീൻ ഇസ്രയേൽ സാമൂഹ്യ പ്രവർത്തകർ ചേർന്നാണ് ഡോക്യുമെന്ററി ഒരുക്കിയിരിക്കുന്നതെന്ന് ഓർത്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഏതാണ്? മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ദി ഒൺലി ഗേൾ ഇൻ ആൻ
ഓർക്കസ്ട്ര എന്ന് പറയുന്നതാണ്. മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഏതാണ്? ദ ഒൺലി ഗേൾ ഇൻ ദ ഓർക്കസ്ട്ര എന്ന് പറയുന്നതാണ് മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത്. അപ്പൊ രണ്ടും തമ്മിൽ മാറിപ്പോരുത്. മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിം എന്ന് പറയുന്നത് നോ അതർ ലാൻഡും മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ഏതാണ്? ദ ഒൺലി ഗേൾ ഇൻ ദി ഓർക്കസ്ട്ര എന്ന് പറയുന്നതുമാണ്. രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തതിലേക്ക് പോകാം. മികച്ച സഹനടൻ. മികച്ച സഹനടൻ ആരാണ്? കീരൻ കൽക്കിനാണ്. കീരൻ കൽക്കിനാണ് മികച്ച സഹനടൻ എന്ന് പറയുന്നത്. അപ്പം കലക്കി അഭിനയിച്ചു അല്ലെ? കീരൻ എന്താണ്? കലക്കി അഭിനയിച്ചു എന്ന് ഓർത്താൽ മതി. പക്ഷെ സഹനടനായി പോയി, അതുകൊണ്ട് ഭയങ്കര പെയിൻ ആയി പോയി. കലക്കിയാണ് അഭിനയിച്ചത്, പക്ഷെ മികച്ച സഹനടനുള്ള അവാർഡാണ് കിട്ടിയത്. അതുകൊണ്ട് പുള്ളിക്ക് ഭയങ്കര പെയിൻ ആയിപ്പോയി. ഏതാണ് ചിത്രം? ദ റിയൽ പെയിൻ. എ റിയൽ പെയിൻ എന്ന് പറയുന്ന ചിത്രത്തിനാണ് ആർക്ക് ലഭിച്ചിട്ടുള്ളത്? കീരൻ കൽക്കിന് മികച്ച സഹനടനുള്ള പുരസ്കാരം, ഓസ്കാർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഓസ്കാർ വേദിയിൽ മികച്ച സഹനടനുള്ള പുരസ്കാരം കിട്ടിയത് കീരൻ കൽക്കിനാണ്. ഏതാണ് ചിത്രം? എ റിയൽ പെയിൻ എന്ന് പറയുന്നതാണ്. അപ്പം മികച്ച ചിത്രത്തിന് വേണ്ടിയിട്ട് എന്താണ്? മികച്ച നടന് വേണ്ടിയിട്ട് കീരൻ കലക്കി അഭിനയിച്ചു, പക്ഷെ സഹനടനുള്ള അവാർഡാണ് കിട്ടിയത്. അതുകൊണ്ട് ഭയങ്കര പെയിൻ ആയി പോയെന്ന് ഓർത്താൽ മതി. അപ്പം മികച്ച സഹനടൻ ആരാണ്? കീരൻ കൽക്കിനാണ്. എ റിയൽ പെയിൻ എന്ന് പറയുന്ന ചിത്രത്തിനാണ്. മികച്ച സഹനടി സോയി സൽദാനയാണ്. സോയി സൽദാനയാണ് മികച്ച സഹനടി എന്ന് പറയുന്നത്. ചിത്രം ഏതാണ്? എമിലിയ പെരസ് എന്ന് പറയുന്നതാണ്. എമിലിയ പെരസിലെ അഭിനയത്തിൽ മികച്ച സഹനടിയായിട്ട് ഓസ്കാർ വേദിയിൽ തിളങ്ങിയതാരാണ്? സോയി സൽദാനയാണെന്ന് ഓർത്തു വെച്ചേക്ക. സോയി സൽദാനയാണ്. ഇനി മികച്ച ഒറിജിനൽ സ്കോർ ഏതാണ്? മികച്ച ഒറിജിനൽ സ്കോർ എന്ന് പറയുന്നത് ഡാനിയൽ ബ്ലൂംബെർഗ് ആണ് മികച്ച ഒറിജിനൽ സ്കോറിനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ചിത്രം ഏതാണ്? ദ ബ്രൂട്ടലിസ്റ്റ് ആണ്. മികച്ച ഒറിജിനൽ സ്കോർ ആർക്കാണ്? ഡാനിയൽ ബ്ലൂംബെർഗിനാണ് ലഭിച്ചിട്ടുള്ളത്. ഏതാണ് ചിത്രം എന്ന് പറയുന്നത്? ദ ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന ചിത്രത്തിലാണ് മികച്ച ഒറിജിനൽ സ്കോറിനുള്ള പുരസ്കാരം, ഓസ്കാർ പുരസ്കാരം നേടിയിട്ടുള്ളത്. അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ മികച്ച ഒറിജിനൽ സോങ് ഏതാണ്? അത് എൽമാൽ എന്ന് പറയുന്നതാണ്. മികച്ച ഒറിജിനൽ സോങ് ഏതാണ്? എൽമാൽ എന്ന് പറയുന്നതാണ്. എമിലിയ പെരസിലെ ചിത്രം, എമിലിയ പെരസിലെ സോങ് ആണ് എൽമാൽ എന്ന് പറയുന്നത്. ചിത്രം ഏതാണ്? എമിലിയ പെരസ് ആണ്. മികച്ച ഒറിജിനൽ സോങ് എന്ന് പറയുന്നത് എൽമാൽ ആണ്. ചിത്രം എമിലിയ പെരസ് ആണെന്ന് ഓർത്ത് വെച്ചേക്കാം. ഇത് നോക്കാൻ നമുക്ക് മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ഏതാണ്? മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ഇൻ ദ ഷാഡോ ഓഫ് സർപ്രൈസ് എന്ന് പറയുന്നതാണ്. ഏതാണ്? ദ ഷാഡോ ഓഫ് സർപ്രൈസ് എന്ന് പറയുന്നത്, സർപ്രൈസ് എന്ന് പറയുന്നതാണ് മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത്. നമ്മൾ വേറൊരെണ്ണം കണ്ടു, മികച്ച ഷോർട്ട് ഫിലിം ആനിമേറ്റഡ് ചിത്രം ഏതാണ്? മികച്ച ആനിമേറ്റഡ് ചിത്രം എന്ന് പറയുന്നത് ദേ ഇവിടെ ഫ്ലോ ആണ്. മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം എന്ന് പറയുന്നത് ഫ്ലോ ആണെങ്കിൽ മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം, മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ആണ് ദ ഷാഡോ ഓഫ് സർപ്രൈസ് എന്ന് പറയുന്നത്. എന്താണ്? ദ ഷാഡോ ഓഫ് ദി സർപ്രൈസ് എന്ന് പറയുന്നത്. രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. മികച്ച ആനിമേറ്റഡ് ചിത്രം ഫ്ലോ ആണ്. മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ഏതാണ്? ദ ഷാഡോ ഓഫ് ദി സർപ്രൈസ് എന്ന് പറയുന്നതാണ്. ഓർത്ത് വെച്ചേക്കണം, ഇൻ ദ ഷാഡോ ഓഫ് ദി സർപ്രൈസ്. അടുത്തത് മികച്ച വസ്ത്രാലങ്കാരം. നമ്മളിപ്പോ പറഞ്ഞു പോൾ ടെസ്വെൽ ആണ്. സിനിമ വിക്കഡ് ആണ് കേട്ടോ. വിക്കഡ് ആണ് സിനിമ വന്നിട്ടുള്ളത്. പോൾ ടെസ്വെൽ ആണ് മികച്ച വസ്ത്രാലങ്കാരം. സിനിമ ഏതാണ്? വിക്കഡ് ആണ്. ഏറ്റവും കൂടുതൽ നോമിനേഷൻ പോയിരിക്കുന്നത് എമിലിയ പെരസിലാണ്. 13 നോമിനേഷൻ പോയിട്ടുണ്ട്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ നോമിനേഷൻ പോയിരിക്കുന്ന ചിത്രം ഏതാണ്? എമിലിയ പെരസിനാണ് ഏറ്റവും കൂടുതൽ നോമിനേഷൻ പോയിരിക്കുന്നത്. എത്ര നോമിനേഷൻ പോയിട്ടുണ്ട്? 13 നോമിനേഷൻ പോയിട്ടുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയതാരാണ്? അത് അനോറയാണ്. 5 വിഭാഗങ്ങളിലായി പുരസ്കാരം നേടി ഓസ്കാർ വേദിയിൽ തിളങ്ങിയ ചിത്രം ഏതാണ്? അത് അനോറ എന്ന അനർഘമായ ചിത്രമാണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ഏറ്റവും കൂടുതൽ നോമിനേഷൻ പോയത് 13 നോമിനേഷനിൽ എമിലിയ പെരസ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയത് 5 പുരസ്കാരങ്ങൾ നേടിക്കൊണ്ട് അനോറയാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഓസ്കാർ വേദിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2025 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓസ്കാർ പുരസ്കാരങ്ങൾ, 2025 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓസ്കാർ പുരസ്കാരങ്ങളും ഏതൊക്കെ ചിത്രങ്ങൾക്കാണ്, ഏതൊക്കെ മികച്ച നടി ആരാണ്, മികച്ച നടൻ ആരാണ്, മികച്ച സഹനടി സഹനടൻ, അതുപോലെ തന്നെ ആനിമേറ്റഡ് ഫിലിം ഏതാണ്, വസ്ത്രാലങ്കാരത്തിനുള്ള ആർക്കാണ് കിട്ടിയത്, പിന്നെ ഇന്ത്യയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഓസ്കാറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഓസ്കാറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എവിടെ വെച്ചാണ് നടന്നത്, എത്രാമത്തെയാണെന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഓസ്കാറുമായിട്ട് ബന്ധപ്പെട്ട് കറണ്ട് അഫേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദ്യം വരാൻ സാധ്യതയുള്ള എല്ലാം നമ്മൾ കവർ ചെയ്തു. കറണ്ട് അഫേഴ്സ് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുക. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഹോട്ട് ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഹോട്ട് ടോപ്പിക്കുകൾ കൃത്യമായിട്ട് പഠിച്ചു പോവുക. നമ്മുടെ ഈ സീരീസിൽ നമുക്ക് മറ്റൊരു ഹോട്ട് ടോപ്പിക്കുമായി ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.